ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മാർക്കറ്റിൻ്റെ ഡേറ്റാസ് നോക്കിയാൽ ഗിഫ്റ്റ് നിഫ്റ്റി 25,900 നിൽക്കുന്നത്. 25,000 റേഞ്ചിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നതെന്നാണ് അവിടെ പറയുക. കാരണം 25,900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ നമ്മുടെ ഗ്രൂപ്പിനകത്ത് എപ്പോഴും ഇതിൻ്റെ ഒരു ബഫേർഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആയിരിക്കും പറയുക. സോ 25,000 ജസ്റ്റ് മേളിൽ എന്നുള്ളൊരു ലെവലിലാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയാൻ ഇപ്പോൾ അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു സംഭവം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, അവിടെ ഒരു ആക്രമണം നടന്നു എന്നുള്ളത്. അപ്പോൾ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അപ്പോൾ പിന്നെ ട്രംപ് വേർഡ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സംഭവം അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിൻ്റെ ചുറ്റും ഇല്ല എന്നുള്ളതാണ് അവിടെ ആദ്യം പറയാനുള്ളത്. നെക്സ്റ്റ്, നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നതിന് മുന്നേ ആദ്യം ക്രൂഡ് ഓയിലൊന്നും ജസ്റ്റ് കയറിയിട്ട് വരാം. ക്രൂഡ് ഓയിൽ ഒരു W പാറ്റേൺ എടുത്തിട്ടുണ്ട്. സോ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഹൈക്കാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവിടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു. ഗോൾഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഇന്നലെയും നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന സമയത്ത് 1-2 പേരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനൊരു കോൺടാക്സ്റ്റ് അവിടെ വന്നിരുന്നു. ഗോൾഡ് ഒരുപാട് ഹൈയിൽ പോയി. ഗോൾഡിൻ്റെ പ്രൈസ് നമ്മുടെ മൊത്ത വിപണി ഗ്ലോബൽ ഡേറ്റ ഒന്ന് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില കുറയുകയും ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് കൂടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ലിറ്ററലി അതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നമ്മുടെ പാറ്റേൺസിനകത്ത് ഒരു W പാറ്റേൺ ആണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നിട്ട് ബൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീഴും എന്നുള്ളതായിരുന്നു കാൽക്കുലേഷൻ. വന്നിട്ടുണ്ട് 640 റേഞ്ചിന് മേളിൽ, 664 മേളിലോ 700 സംതിങ്ങിൻ്റെ മേളിലൊക്കെയാണ് അതിനകത്ത് നല്ല മൊമെൻറ്റം വരിക. സോ ആ ഒരു പേസ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്ലോബൽ ഡേറ്റയാണ് ക്രൂഡ് ഓയിലിന് ബാക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു കറണ്ട് മാർക്കറ്റ്, നിഫ്റ്റിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ മാർക്കറ്റ് സ്ലോലി കയറി വരുന്നുണ്ട്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് അല്ലേ, ഒരുപാട് ലൈൻസ് കിടപ്പുണ്ട്. ഞാനിത് നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറൊരു ചാർട്ടിലേക്ക് ഞാൻ വരാം. ഡേറ്റാസ് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. കുറേ ലൈൻസ് കിടപ്പുണ്ട്. ഇന്ന് ഡിലീറ്റ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയിപ്പോവും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു W പാറ്റേണിൽ നിൽക്കുകയാണല്ലേ, മാർക്കറ്റ് W പാറ്റേണിൽ നിൽക്കുകയാണ്. നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പാറ്റേൺ ബിൽഡപ്പാണ്. ഒരു പാറ്റേൺ ബെർത്ത് ആവുകയും അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് നമ്മൾ ഈ ഞാൻ അഗ്രസീവായിട്ട് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് തരുന്ന കാലഘട്ടങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ W പാറ്റേണിൻ്റെ മേളിലേക്കുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ കൺസോൾട്ടേഷനാണ്. ഈ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു പാറ്റേൺസ് കംപ്ലീറ്റ്ലി ഈ ഒരു ഏരിയയിൽ എടുത്ത് നിൽപ്പുണ്ട്. അടുത്തൊരു ഫർദർ ഒരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറേ ഫണ്ട് നമ്മൾ അതിനകത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ലിറ്ററലി ട്രേഡ് ചെയ്ത് ഒരു അഗ്രസീവ് ട്രേഡറിന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആകുന്നൊരു സമയമുണ്ട്. മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആയി നിൽക്കുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നതൊക്കെ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ബ്രേക്കിൻ്റെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി പോകുമ്പോൾ ഇതൊരു ഫർദർ മൊമെൻറ്റം വരുമ്പോൾ അത് നമ്മുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്യണം. ലോങ് ടേം ക്യാപിറ്റൽ വിത്ത് സ്വിംഗ് ട്രേഡിങ്ങിനെ സ്വാധീനിക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൈയിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 5% പ്രോഫിറ്റ് ഗെയിനിൽ നിൽപ്പുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ P&L ഒരു 10%-ന് മേളിൽ 10 to 15% മാറി വരാനുള്ള സാധ്യതയുണ്ട്. ടോട്ടൽ ക്യാപിറ്റലിലാണ് ഞാൻ പറയുന്നത്. സ്റ്റോക്കുകൾ ചിലപ്പോൾ 5, 10, 20% ഒക്കെ സ്റ്റോക്ക് കയറിയിട്ടുണ്ടാവാം. ഓൾറെഡി പല സ്റ്റോക്കുകളും 10% അടുപ്പിച്ച് കയറിയിട്ടുണ്ട്. ഇനിയും കയറാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ഇൻഫി, ദേവയാനി, കുറേ സ്റ്റോക്സ് അങ്ങനെ കയറിയിട്ടുണ്ട്.
ഇനിയും അതിന് ഹയർ പൊട്ടൻഷ്യൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇനി അടുത്ത കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,100 നെക്സ്റ്റ് മൊമെൻറ്റം, അത് കഴിഞ്ഞ് 25,240 ഈസിലി കയറി പോകുന്നൊരു ഏരിയയാണ്. 25,400 പ്ലസ് വരെ 25,500 വരെയുള്ള ഒരു ഏരിയ വരെ പോകാനുള്ള മൊമെൻറ്റം കിടപ്പുണ്ട്. താഴേക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രേഡില്ല. ഇന്നലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ലിറ്ററലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ആ ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പൊസിഷനിൽ എങ്ങനെ പി എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ താഴെ ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോക്കുന്നതിനെക്കുറിച്ച് കുഴപ്പമില്ല. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലിറ്ററലി പി എക്കുറിച്ച് ചിന്തിക്കരുത്. പ്ലീസ് ഗ്രോ ആ ഒരു പാറ്റേൺ വർക്ക് ചെയ്തില്ല. ബുള്ളിഷ് മാർക്കറ്റിനകത്ത് ബെയറിഷ് പൊസിഷൻ എടുത്ത് വെക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. ക്വാണ്ടിറ്റി കുറച്ചൊക്കെ ചെയ്യാം, പക്ഷെ അതിനും വാലിഡ് ആയിട്ടുള്ള റീസൺ വേണം എന്നുള്ളതാണ്. സോ ഇന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. 2440 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് മേളിലേക്ക് 180 ഉണ്ട്, 240 ഉണ്ട്. ഇത് നോക്കി വയ്ക്കുക. താഴേക്ക് ഇല്ല, എനിക്ക് പേഴ്സണലി പറയാനില്ല. 930 താഴെ വന്നു കഴിഞ്ഞാൽ 880, 800 എന്നുള്ളൊരു ലെവൽ വെറുതെ പറഞ്ഞു വെക്കാം. എനിക്ക് പേഴ്സണലി ഫീലില്ല. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ബുള്ളിഷ് മാർക്കറ്റിൽ ബെയറിഷ് ട്രേഡ് എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പ്ലാനില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്, സപ്പോർട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അനാലിസിസ്. ഒരുപാട് വലിയൊരു അനാലിസിസ് ഞാൻ ഇടുന്നില്ല. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ സ്റ്റോക്കും കയ്യിൽ വളരെ ഗുഡാണ്. ഒരു 10ഓളം സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ കാണുന്ന പുതിയ ആളായിരിക്കാം. നിങ്ങൾ നേരെ ഗ്രൂപ്പിൽ കയറുക. നമ്മുടെ ചാനൽ ലിങ്ക് അവിടെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ കാണും. ആ ചാനലിൽ കയറുക. അവിടെ ഇതുവരെയുള്ള എല്ലാ സ്റ്റോക്കിൻ്റെയും പൊസിഷൻ കിടപ്പുണ്ടായിരിക്കും. ഒരു പൊസിഷൻ മാത്രം അധികം അനങ്ങിയിട്ടില്ല. ബാക്കി എല്ലാ പൊസിഷനും ഹയർ സൈഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം വീണ്ടും പൊസിഷൻസ് ഉണ്ട്. ഇനിയും നോക്കുക എന്നുള്ളത്, ഇൻഫി, റിലയൻസ് ആയിട്ടില്ല, HDFC ബാങ്ക് ആയിട്ടില്ല. ഒരു സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത്, TCSൻ്റെ ഇപ്പോഴത്തെ ഒരു അനാലിസിസ് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ചാർട്ടും കൂടെ നമുക്കൊന്ന് കയറിയിട്ട് പോവാം. TCSും ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ബെയറിഷ് ഒരു ട്രെൻഡ് ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ TCSൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. TCS നിങ്ങൾ വാച്ച് ചെയ്ത് വയ്ക്കുക. ഇതൊരു ബെയറിഷ് പെരൻ്റാണ് എങ്കിൽ പോലും കയറി വന്നു കഴിഞ്ഞാൽ, IT സെക്ടർ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ TCSൽ ഒരു മൊമെൻ്റ് കിട്ടിയേക്കാം. ഏറ്റവും നല്ലത് 3200 മേളിൽ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഫർദർ ആഡ് ചെയ്ത് വെച്ചിട്ട്. അത്യാവശ്യം നല്ല വീഴ്ച വീഴുന്ന ഒരു സ്റ്റോക്കാണ് അല്ലേ. അപ്പോൾ അതിന് തിരിച്ച് കയറിപ്പോകാനുള്ളൊരു ചെറിയൊരു സാധ്യതയുണ്ട്. സോ ഇപ്പോൾ എടുക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. വോളിയം ബിൽഡപ്പായി വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിട്ട് പതുക്കെ ഫണ്ട് വീണ്ടും ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.